അപ്പോൾ ഇന്ന് നമ്മുടെ ഓഫറിൻ്റെ 2ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്കുള്ള പാക്കേജ് എത്ര എന്ന് കാണിച്ചു തരാം. ഇന്ന് 105 എണ്ണം കാണിക്കുന്നുണ്ട്. 105 സ്റ്റോപ്പുണ്ട്. അതിൽ 126 പാക്കേജാണ് നമുക്കിന്ന് കൊടുക്കാനുള്ളത്. ഞാൻ ഒരെണ്ണം കൊടുത്തു, അതായത് ക്യാഷ് ഓൺ ഡെലിവറി 204 രൂപ. പിന്നെ ഒരു 299 രൂപ കാണിക്കുന്നത് നമ്മൾ മറ്റേ പേയ്മെൻറ്റ് മറ്റേ ഗൂഗിൾ പേ വഴി മേടിച്ചുകൊണ്ട് 30 COD ആണ് ഇന്നുള്ളത്. 7 എണ്ണം സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഡെലിവേർഡ് 1 2 3 4 5 5 ഞാൻ കൊടുത്തു. 5 ഡെലിവറി ഞാൻ കൊടുത്തു. നമ്മുടെ മാപ്പ് കാണിച്ചു തരാം. മാപ്പ് ഇന്ന് ചാകര പോലെ കിടക്കുമായിരിക്കും. ഓഹ് അടിപൊളി. അത്യാവശ്യം വള്ളിയില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഇപ്പം ഓഫർ നമ്മൾ തുടങ്ങിയേക്കുന്നത് പ്രൈം കസ്റ്റമേഴ്സിൻ്റെ ആയതുകൊണ്ട് മിക്കതും പ്രീപെയ്ഡ് ആയിരിക്കും. COD കസ്റ്റമർ കുറവാണ്. നമുക്ക് ഈ പ്രീപെയ്ഡ് വരുമ്പോഴാണ് കൂടുതലും വള്ളി കസ്റ്റമറേയും കിട്ടുന്നത്. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ രാവിലെ കൊണ്ടുവരുന്ന പാക്കേജ് വൈകിട്ട് വരെ നമ്മൾ ചുമന്നുകൊണ്ട് കിടക്കണം. ഈ വിളിച്ചെടുക്കാത്തവരുടെ പ്രശ്നം അതാണ്. ഇതിപ്പോൾ കുഴപ്പമില്ല, ഏറെക്കുറെ വീടൊക്കെ അറിയാവുന്നത് കൊണ്ടും പിന്നെ പ്രീപെയ്ഡ് പാക്കേജ് കൂടുതലും. അപ്പം ഇന്നിന് നമ്മളിത് ഫുള്ള് കൊടുത്തു തീർക്കണം. അപ്പോൾ ഇന്ന് 2ാം ദിവസമാണ് നമ്മുടെ ഓഫറിൻ്റെ. അപ്പോൾ അത്യാവശ്യം ലോഡുണ്ട്. ഇന്നും 100ന് മേളിൽ ലോഡുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എത്ര ദിവസം നമുക്ക് ഈ ഓഫറിൻ്റെ ലോഡ് കിട്ടും, എത്ര രൂപ നമുക്ക് ഈ ഓഫറിലൂടെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്തായാലും നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഡെലിവറി ഏറെക്കുറെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഒരു പിക്കപ്പും ഒരു ഡെലിവറിയും കൂടെ പോകുന്ന വഴി കൊടുക്കാനുള്ളതാണ്. ഇന്ന് രാവിലെ ഓർത്തത് വള്ളിക്കെട്ടാകുമെന്നാണ് ഓർത്തത്, അത്രയും ഡെലിവറി. ഇപ്പം 103 സക്സസ്ഫുൾ ആയിട്ടുണ്ട്. 7 പെൻഡിങ്ങും ക്യാൻസലൊക്കെ കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഉണ്ടോ 4404 രൂപ. പിന്നെ നമ്മുടെ ഡയറക്റ്റ് ഗൂഗിൾ പേയിലേക്ക് വന്നതാണ് ഈ താഴത്തുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ വള്ളിക്കെട്ടാവുമെന്നാണ് ഓർത്തത്, പക്ഷേ ആയില്ല ഭാഗ്യത്തിന്. അത്യാവശ്യം വിളിച്ചവരെല്ലാം ഫോണും എടുത്ത്, പിന്നെ അല്ലാത്തതൊക്കെ ക്യാൻസൽ അടിച്ചു. വിളിച്ചാൽ ഫോൺ എടുക്കാത്തവർക്കത് ഒരു പാഠമായിട്ട് കിട്ടുമെന്ന് ഞാനും ഓർത്ത്. നമ്മൾ കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് താങ്ങി പിടിച്ച് വീട്ടിൻ്റെ വാതിക്കെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. ഇനി അകത്തുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് ചിലപ്പോൾ മുറി അടച്ചിരിക്കും. അതൊക്കെ ഓരോ കസ്റ്റമറുടെ ഓരോരോ രീതികൾ, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ ഏണിങ്സ് എന്ന് പറയുമ്പോൾ 103 പാക്കേജാണ്. അപ്പോൾ അത് ഇൻറ്റു 16 ഇന്നത്തെ നമ്മുടെ ഏണിങ്സ്. ഈ 103 പാക്കേജ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും കറക്റ്റ് എത്ര പാക്കേജ് ചെയ്തെന്ന് നമുക്ക് ഓഫീസിൽ ചെന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എമൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കാണിക്കും എത്ര പാക്കേജാണ് നമ്മൾ ഡെലിവറി നിന്ന് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് എമൗണ്ട് കാണിക്കും. എന്നാലും ഏറ്റവും കുറഞ്ഞത് ഈ 103 എന്നുള്ള കൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഒന്നെങ്കിൽ 103 അല്ലെങ്കിൽ അതിൽ മേളിലായിരിക്കും എമൗണ്ട്. ഈ മൾട്ടിപ്പിളൊക്കെ വരുമ്പോഴത്തേക്ക് വരുന്ന, അതുകൊണ്ടാണ് ഈ 103 തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അതേ ഇൻറ്റു 16 എൻ്റെ ഇന്നത്തെ ഡെലിവറി സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ 2ാം ദിവസമാണ്. അപ്പോൾ ഇനി അടുത്ത വരും ദിവസങ്ങളിൽ നമുക്ക് എത്ര രൂപയൊക്കെ ഏണിങ്സ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ശരി എന്തായാലും. ഇപ്പോൾ ഞാൻ നമ്മുടെ കയർ ബോർഡ് ഭാഗത്തിൻ്റെയൊക്കെ അവിടെ എത്തിക്കുന്നു കണ്ടോ. അപ്പോൾ ഇത്രയും സന്ധ്യയായി. നമ്മൾ രാവിലെ ഒരു 1:30 ടൈമിന് ഇറങ്ങിയതാണ്. 1:30 1 മണി 1:30 ആയപ്പോൾ ഇറങ്ങിയത്. ഇപ്പം ഇത്രയും ടൈമായി, ഏകദേശം ഒരു 7:03 ഉണ്ടോ, 7:03 അപ്പോൾ ഇത്രയാണ് നമ്മൾ ടൈം എടുത്തേക്കുന്നത് ഇത്രയും പാക്കേജ് കൊടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി നാളെ നോക്കാം, നമുക്ക് നാളത്തെ ഡെലിവറി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ ശരി. ഇല്ലടാ 10 ഇതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ.